ഇവിടെ നമ്മുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതൻ ഈ കൗൺസിൽ ഇറങ്ങി വരത്തില്ല. കാണിച്ചു തരാം. ഇവന്റെയൊക്കെ ഉണ്ടായി അവന്റെ വീട്ടിലാണ് പാർട്ടി ഓഫീസിലും. ഇവിടെ കോൺഗ്രസ് ആയിട്ട് നമുക്ക് പറയേണ്ടവൻ. ഇവരുടെ പ്ലാൻ എന്ന് വെച്ചാൽ ആ മിനിറ്റ്സ് ബുക്ക് അതിന്റെ ഭാഗമായി അവർ കീറിക്കളഞ്ഞു. അപ്പൊ ഇനി സുഗതന് കോടതി പോകുമ്പോൾ എളുപ്പമാണ്. ആ മിനിറ്റ്സ് ബുക്ക് ഇതിന്റെ ഭാഗമായി മിനിറ്റ്സ് ബുക്ക് കീറിക്കളഞ്ഞിട്ടുണ്ട്. അപ്പൊ വളരെ ബുദ്ധിപരമായി മിനിറ്റ്സ് ബുക്ക് കീറിക്കളഞ്ഞ് സുഗതനെ ഇറക്കാൻ ഇവിടെ നമ്മുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതൻ ഈ കൗൺസിൽ ഇറങ്ങി വരത്തില്ല. കാണിച്ചു തരാം. സുഗതന് വേണ്ടി അറ്റൻഡൻസ് ബുക്ക് ഒപ്പിടാതെ മാറ്റി വെച്ചിരുന്നു. നമ്മളത് കണ്ടുപിടിച്ച് അറ്റൻഡൻസ് നമ്മൾ ഇട്ടു. മേയറാണ് സ്റ്റാർട്ട് ചെയ്തത്. സാധാരണ സഭ്യമായി സഭ കൊണ്ടുവരേണ്ട മേയർ ഇത് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അവിടെ നിന്നിട്ട് ഞാൻ പറയാം, ചെമ്പഴന്തി ഉദയൻ എന്ന് പറയുന്ന വേറെ വാക്ക് പറയുന്നത് കൗൺസിലറാണ്. സ്ത്രീകൾ, അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ പെങ്ങന്മാരെ കയറി പിടിക്കാൻ ഇവൻ. അവനാണ് കൊച്ചു കുട്ടികളെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത്. ദേഹത്തെ പിടിച്ചു. നിങ്ങൾ വീഡിയോ നോക്കൂ. മേയറാണിത് മൊത്തം ചെയ്തിരുന്നത്. വെള്ളം കൂടി ഒഴിക്കും. എന്താ കാണുന്നത് ഇത്? പിന്നെ അവരുടെയൊക്കെ ഈ ബീഹാറിലെ യുപിയിലെ അഹങ്കാരം അവരുടെ ആൾക്കാർ അവർ വീട്ടിൽ കാണിച്ചാൽ മതി. ഇവിടെ UDF കൗൺസിലേഴ്സിന്റെ സ്ത്രീകളുടെയും കൗൺസിലേഴ്സും ഇങ്ങനെ തട്ടാൻ പേടിക്കണോ വിചാരിക്കണവരൊന്നും. അവന്റെ വീട്ടിൽ കാണിച്ചാൽ മതി. അവന്റെ സംസ്കാരം, അവനാണ് അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. കൊണ്ടുപോയി ഇന്ന് മനഃപൂർവ്വം അജണ്ട പാസ്സാക്കാതെ നമ്മളത് കണ്ടുപിടിച്ച് വളരെ ബുദ്ധിപരമായി അറ്റൻഡൻസ് മാർക്ക് ചെയ്തപ്പോൾ ആ അറ്റൻഡൻസ് ബുക്ക് കൂടെ കീറണം. അപ്പൊ ഇവിടെ വഴക്കുണ്ടാക്കിയതിന്റെ ഭാഗമായി ആ വഴക്കിനൊക്കെ അറ്റൻഡൻസ് ബുക്കും കീറിയിട്ടുണ്ട്. അപ്പൊ നാളെ കോടതിയിൽ പോയാൽ സുഗതൻ ഒപ്പിട്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തില്ല. വളരെ ബുദ്ധിമായിട്ടുള്ള പ്ലാനാണ്. അതൊന്നും ഈ നടക്കത്തൊന്നുമില്ല. ഇവന്റെയൊക്കെ ഉണ്ടായി അവന്റെ വീട്ടിലാണ് പാർട്ടി ഓഫീസിലും. ഇവിടെ കോൺഗ്രസ് ആയിട്ട് നമുക്ക് പറയേണ്ടവൻ. നമ്മൾ ആളുകളായിരിക്കും, പക്ഷെ നമ്മളൊക്കെ നേരുള്ള ആൾക്കാരാ. ഞങ്ങളെല്ലാം ആ ബുക്ക് ഞങ്ങൾ അറ്റൻഡൻസ് ഇടാനായിട്ട് വന്ന സമയത്ത് ബുക്ക് ഞങ്ങളെ ഒന്ന് പിടിച്ച് വലിക്കുക. സ്ത്രീകളെ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്നവരെ വലിച്ച് തറയെ കൂടെ വലിച്ചുകൊണ്ട് ഇവരുടെ തുണി വരെ വലിച്ചു ഉരിഞ്ഞിട്ട് എന്നിട്ടാണ് അവർ ഈ അഭ്യാസം കാണിക്കുന്നത്. അത് ചെമ്പഴന്തി ഉദയനും അവരുടെ കുറെ ആൾക്കാരും കൂടാണ് ചെയ്തത്. എന്താണ് സംഭവിച്ചത്? ഇവിടെ ശ്രീ ശബരിനാഥ് അറ്റൻഡൻസ് ബുക്കിനെ സംബന്ധിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സുഗതനെ രക്ഷപ്പെടുത്തുന്ന തരത്തിലായിരുന്നു അറ്റൻഡൻസ് ബുക്ക് മാർക്ക് ചെയ്തിരുന്നത്. അത് കാണിക്കുന്നതിനിടയ്ക്കാണ് അവിടുന്ന് ചെമ്പഴന്തി ഉദയനും 2-3 RSS ഗുണ്ടകളും കൂടെ വന്ന് ഈ ബുക്കിനെ വലിച്ചു കീറുകയും അതുപോലെ തന്നെ ഷെർലിയെയും വേണത്തിനെയൊക്കെ ദേഹത്ത് കയറി പിടിക്കുകയും വലിച്ചു കീറുകയും സാരിയൊക്കെ വലിച്ചടക്കുകയും ചെയ്തു. അത് വെറും ഗുണ്ടായുസമാണ്. അത് ഒരു കൌൺസിൽ എന്നുള്ള യോജിച്ചതല്ല. ഒന്നാം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അതിന് കുറച്ച് വിദ്യാഭ്യാസവും വിവരമൊക്കെ വേണം. ഇത് വെറും ശിവൻകുട്ടിയായി പോയി അയാൾ. നിർണായകമായ ഒരു കൌൺസിൽ യോഗമായിരുന്നു. അതിനിടയിൽ എന്താണ് ഉണ്ടായത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 400-ൽ പരം വിഷയങ്ങളുള്ള ഒരു അജണ്ടയാണ് മേയർ വന്നിരുന്ന് വെറുതെ പാസ്സാക്കി വിട്ടത്. അത്തരത്തിൽ കൂടിയ ഒരു കൌൺസിൽ യോഗം കൂടിയാൽ അവിടെയുള്ള കൌൺസിലർമാർക്ക് ആ അറ്റൻഡൻസ് ബുക്കിൽ ഒപ്പിട്ട് അറ്റൻഡൻസ് രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. ആ അവകാശമാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ മര്യാദയ്ക്ക് അറ്റൻഡൻസ് ബുക്ക് എടുത്ത് സബ്സ്റ്റന്റ് എന്താ പറഞ്ഞത്? UDF കൌൺസിലർമാർ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുന്നു, അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നു. അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ അനിതാന്റെയും ബാക്കിയുള്ള നമ്മളെല്ലാവരും പോകുമ്പോൾ അവര് വന്ന് ചെമ്പഴന്തി ഉദയൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് അറ്റൻഡൻസ് ബുക്ക് ബലാത്കാരമായി പിടിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അറ്റൻഡൻസ് ബുക്ക് നഗരസഭ ഒഫീഷ്യൽ അറ്റൻഡൻസ് ബുക്ക് ബലാത്കാരമായി പിടിച്ചു വാങ്ങേണ്ട ഒന്നാണോ എന്നുള്ളത് ഒരു ചോദ്യം. അങ്ങനെ പിടിച്ചു വാങ്ങേണ്ട ആവശ്യം തന്നെ എന്താണ്? രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ കൂടുതൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ അവരുടെ വസ്ത്രങ്ങളിൽ കയറി പിടിക്കുക, വസ്ത്രങ്ങൾ വലിച്ചു കീറുക തുടങ്ങിയുള്ള കാര്യങ്ങൾ. എന്റെ മുഖത്ത് ഉൾപ്പെടെ ഗ്ലാസ്സിലിരുന്ന ചൂടുവെള്ളം ഉൾപ്പെടെ BJPയിലെ പ്രവർത്തകർ മുഖത്ത് ഗ്ലാസ്സിലേക്ക് എടുത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം വെച്ചാൽ, സുഗതൻ വരാത്ത ഒരു കൌൺസിൽ ബാക്കിയുള്ള കൌൺസിലർമാരും ഒപ്പിടണ്ടേ, ബാക്കിയുള്ളവരാരും അറ്റൻഡൻസ് രേഖപ്പെടുത്തണ്ടേ എന്നുള്ളത് മാത്രമല്ല അറ്റൻഡൻസ് ബുക്ക് കീറിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് കോടതി പോകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിട്ടുണ്ട്. സുഗതനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മേയറുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു നീക്കമാണ്. തീർച്ചയായും സുഗതനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ അറ്റൻഡൻസ് ബുക്കിന്റെ കാര്യങ്ങൾ ഇവിടെ അവര് ചർച്ച ചെയ്ത് മനഃപൂർവ്വം കാരണം എല്ലാവരും അറ്റൻഡൻസ് ബുക്കിൽ രജിസ്റ്റർ ചെയ്ത് വരുന്നതിന് മുമ്പ് കൌൺസിൽ പിരിച്ചുവിടണം, അപ്പൊ ആരും അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യില്ല എന്നുള്ളത് അവർ ചർച്ച ചെയ്ത് വന്ന കാര്യം തന്നെയാണ്. അത് അവരിപ്പോ നടപ്പിലാക്കി. അജണ്ട ഇവിടെ ചർച്ച ചെയ്താൽ സ്വന്തമായിട്ടല്ലേ പാസ്സാക്കിയിട്ട് പോയത്. ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുള്ള അവസരം കൊടുത്തോ? അജണ്ടയാണ് വെറുതെ അജണ്ട ബുക്ക് കണ്ടില്ലേ? 400-ൽ പരം വിഷയങ്ങൾ ഇത്രയും അജണ്ടയാണ് വെറുതെ മേയർന്ന് പാസ്സാക്കിയിട്ട് ഇത്രയും വിഷയങ്ങളുടെ അജണ്ട. ഒരു നഗരസഭയെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും വിഷയങ്ങൾ, എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും വിഷയങ്ങൾ വരുന്ന ഇത്രയും നിറയെ വിഷയങ്ങൾ വരുന്ന ഒരു അജണ്ട 5 മിനിറ്റ് കൊണ്ട് ഒരു നഗരസഭ മേയർ പാസ്സാക്കി പോകേണ്ടതാണോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. മാത്രമല്ല സുഗതനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് തികച്ചും സുഗതൻ എന്ന് പറയുന്ന കൌൺസിലറെ, കാപ്പ കേസിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന കൌൺസിലറെ സംരക്ഷിക്കുന്ന തരത്തിൽ ബലാത്കാരമായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് അറ്റൻഡൻസ് ബുക്ക് രജിസ്റ്റർ മേടിച്ചുകൊണ്ട് പോകാൻ ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് മേയർ ചുമതലപ്പെടുത്തിയതെന്ന് ഞങ്ങൾക്ക് അറിയണം. പരാതി നടക്കണമെന്നുള്ളത് പാർട്ടിയുമായി ആലോചിച്ച് പാർലമെന്ററി പാർട്ടി ലീഡർ അറിയിക്കും.
തീർച്ചയായും പരാതി. അതുപോലെ ഇതിലെല്ലാം സൂതന്മാരാണ് അത്രയും. ഈ BJP കൗൺസിലർമാർ മുഴുവൻ സൂതന്മാരായിട്ട് മാറിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.